Cybersecurity. Cybersecurity is the protection of information systems from theft or damage to the hardware, the software, and to the information on them, as well as from disruption or misdirection of the service duty provide. Governments, military, corporations, financial institutions, hospitals, and other business collect, process, and store a great deal of confidential information on computers and transmit that data across networks to other computers. With the growing volume of cyber attacks, ongoing attention is required to protect sensitive business and personal information as well as safeguard national security. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനും വരാവുന്ന മോഷണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും അതുപോലെ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും ഉള്ള ഒരു സംരക്ഷണത്തിനെയാണ്. ഗവൺമെന്റ്സ്, മിലിറ്ററി, കോർപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ വളരെയധികം രഹസ്യ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുകയും അത് മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും ആയ ബിസിനസ് വിവരങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ളതുമായ വിവരങ്ങൾ വളരെ ശ്രദ്ധിച്ച് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് സൈബർ ക്രൈം. Cyber crime is crime that involves a computer and a network. In some cases, the computer may have been used in order to commit the crime, and in other cases, the computer may have been the target of the crime. സൈബർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഉൾപ്പെടുന്നതാണ്. ചില സാഹചര്യത്തിൽ സൈബർ ആക്രമണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുവെങ്കിൽ ചില സമയം കമ്പ്യൂട്ടർ സൈബർ ആക്രമണത്തിന്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. Types of cyber crime. Common cyber crimes are as follows. Child abuse or exploitation. It involves the use of computer networks to create, distribute, or access materials that sexually exploit underage children. Child abuse എന്ന് പറയുന്നത് കുട്ടികളെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആയി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനെയാണ്. രണ്ടാമത് വരുന്ന ടൈപ്പാണ് computer intrusion or hacking. A hacker is an unauthorized user who attempts to or gain access to an information system. It is an attack into the privacy of data. ഒരു ഹാക്കർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡാറ്റയോ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെയോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അൺഓതറൈസ്ഡ് യൂസറിനെ ആണ്. മൂന്നാമത് വരുന്നത് cracking. It is a dreadful feeling to know that a stranger has broken into user computer systems without user's knowledge and consent and has tampered with precious confidential data and information. Cracker are differ with hacker because hacker are hired by companies to audit network security or test software, but cracker do same work for their own profit or to harm others. ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഒരു അപരിചിതൻ യൂസറുടെ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം ഭേദിച്ച് അതിനുള്ളിലെ ഡാറ്റയും രഹസ്യ വിവരങ്ങളും ചോർത്തിയെടുക്കുന്നതിനെയാണ്. ക്രാക്കേഴ്സും ഹാക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹാക്കേഴ്സിനെ കമ്പനി അവരുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും സോഫ്റ്റ്വെയറും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹയർ ചെയ്യുന്നതാണ്. എന്നാൽ ക്രാക്കേഴ്സ് അതേ കാര്യം സ്വന്തം ലാഭത്തിനും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനും ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഓർ കാർഡിംഗ്. ഇറ്റ് മീൻസ് false ATM cards, that is debit and credit cards used by criminals for their monetary benefits through withdrawing money from the victim's bank account. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഇരയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പിൻവലിക്കുന്നതിന് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനെ ആണ്. ഇമെയിൽ ഓർ SMS spoofing. A spoofed email or SMS may be said to be one which misrepresents its origin. It shows its origin to be different from which actually it originates. Here,
An offender steals identity of another in the form of email address, mobile phone number, etc. and send message via internet. ഇമെയിൽ സ്പൂഫിംഗ് അല്ലെങ്കിൽ SMS സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ ഒറിജിനാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് മെയിൽ ചെയ്യുന്നതിനെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒഫൻഡർ മറ്റുള്ളവരുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ മോഷ്ടിച്ച് സന്ദേശങ്ങൾ ഇന്റർനെറ്റ് വഴി അയക്കുന്നതാണ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഒരു സൈബർ ക്രൈമാണ് ഫിഷിംഗ്. Phishing means acquire information such as usernames, passwords, credit card details, personal detail, etc. by electronic communication. Phishing commonly uses fake emails or fake messages which contain link of virus or malware, infected fake websites. These websites request user to enter their personal detail. Phishing എന്ന് പറഞ്ഞാൽ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നീ ഇൻഫോർമേഷൻസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി അക്വയർ ചെയ്യുന്നതിനെയാണ്. ഫിഷിങ്ങിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് മാൽവെയർ ഇൻഫെക്റ്റഡ് വെബ്സൈറ്റ്സ് ലിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസിന്റെ ലിങ്ക് അടങ്ങിയിരിക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ഇമെയിൽ ആയിരിക്കും. അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ പൈറസിയാണ്. It is an illegal reproduction and distribution of software for business or personal use. This is considered to be a type of copyright and a violation of license agreement. Since the unauthorized user is not a party to the license agreement, it is difficult to find out remedies. ബിസിനസ്സിന് വേണ്ടതും പേഴ്സണലായി വേണ്ടതും ആയ സോഫ്റ്റ്വെയർ അനധികൃതമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആണ് സോഫ്റ്റ്വെയർ പൈറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈസൻസ് എഗ്രിമെന്റിനും കോപ്പിറൈറ്റും സോഫ്റ്റ്വെയർ പൈറസിയും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തതായി വരുന്ന സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഡിനൈൽ ഓഫ് സർവീസ് referred the act by which a user of any website or service denied to the use of service of the website. ഏതെങ്കിലും വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതിനോ ഒരു സർവീസ് അവൈൽ ചെയ്യുന്നതിനോ ഒരു യൂസറിനെ നിഷേധിക്കുന്നതിനെയാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ് ചൈൽഡ് പോർണോഗ്രാഫി, which includes the creation, distribution or accessing of materials that sexually exploit underage children. കുട്ടികളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ട മെറ്റീരിയൽസ് നിർമ്മിക്കുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ചൈൽഡ് പോർണോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എല്ലാം തടയുന്നതിനും അതിനു വേണ്ട ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് പറയുന്നതാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്. ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000, also known as ITA 2000 or IT Act, is an act of the Indian Parliament notified on 17 October 2000. It is the primary law in India dealing with cybercrime and electronic commerce. The Information Technology Act 2000 was amended in 2008. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ ITA 2000 അല്ലെങ്കിൽ IT ആക്ട്, ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ലോ ആണ്. IT ആക്ട് 2000 അമെൻഡ് ചെയ്തത് 2008 ആണ്. What is intellectual property? Intellectual property refers to any intellectual creation such as literary works, artistic works, inventions, designs, symbols, names, images, computer code, etc. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സാഹിത്യപരമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, നൂതനമായ ആശയങ്ങൾ, നൂതനമായ ഡിസൈനുകൾ, സിംബലുകൾ, ഇമേജസ്, കമ്പ്യൂട്ടർ കോഡിംഗ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർഗാത്മക സൃഷ്ടിയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ exists in order to protect the creators and covers areas of copyright, trademark law and patents. Intellectual property law നിലകൊള്ളുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേറ്റേഴ്സിനെ സംരക്ഷിക്കുന്നതിനും
അവരുടെ കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് ലോ ആൻഡ് പേറ്റൻസ് സംരക്ഷിക്കും വേണ്ടിയാണ്. Thus, intellectual property is an umbrella term encompassing both copyright and industrial property such as trademark, patents and inventions. What is industrial property? Industrial property is a form of intellectual property that includes inventions, patents, trademarks, industrial designs and geographical indications of source. That is, products that are closely identified with their geographical places of origin. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു ഫോമാണ്. അതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ഓരോ പ്രദേശത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഉൾക്കൊള്ളുന്നു. ഇനി വാട്ട് ഈസ് എ കാർബൺ ഫുട് പ്രിന്റ്? എ കാർബൺ ഫുട് പ്രിന്റ് ഈസ് the total amount of greenhouse gases, including carbon dioxide and methane, that are generated by our actions. The average carbon footprint for a person in the United States is 16 tons, one of the highest rates in the world. Globally, the average carbon footprint is closer to 4 tons. To have the best chance of avoiding a 2 degrees centigrade rise in global temperatures, the average global carbon footprint per year needs to drop to under 2 tons by 2050. കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലം പുറത്തേക്ക് വമിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ എന്നിവയുടെ അളവിനെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു വ്യക്തിയുടെ ശരാശരി കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റാണ്, അതായത് 16 ടൺ. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി കാർബൺ ഫുട്പ്രിന്റ് 4 ടണ്ണിനടുത്ത് വരും. ആഗോള താപനം മൂലം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് 2 ഡിഗ്രി ഉയരുന്നതിനെ തടയുന്നതിന് ഒരു വർഷത്തെ ആഗോള കാർബൺ ഫുട്പ്രിന്റ് 2 ടണ്ണായി പരിമിതപ്പെടുത്തേണ്ടതാണ്.